കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഒന്നും രണ്ടും പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിയിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ഞങ്ങൾക്ക് വീണ്ടും ഈ ജനങ്ങളിൽ നിന്നും ലഭ്യമാകണം എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. 64 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് അവരുടെ പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായി പെൻഷൻ അവരുടെ കൈകളിലേക്ക് എത്തിച്ച ഒരു ഗവൺമെൻറ്റാണ്. കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർക്കാർ സ്കൂളുകൾ ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി, അക്കാഡമിക് അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലായിരുന്നാലും ശരി, ഇന്ത്യയിലെ തന്നെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി കേരളം വിദ്യാഭ്യാസ മേഖലയെ മാറ്റിത്തീർത്തിട്ടുണ്ട് എങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരിന് ഏറ്റവും പ്രധാനമായി അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നമുക്കറിയാം. താലൂക്ക് ആശുപത്രികളിലടക്കം ഡയാലിസിസ് സൗജന്യമായി നടപ്പിലാക്കുന്ന വിധത്തിലേക്ക് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മാതൃകയായിട്ടുള്ള പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. തലചായ്ക്കാൻ ഇടമില്ലാത്ത മുഴുവൻ ആളുകൾക്കും 5 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് നൽകിക്കൊണ്ട് ഏറ്റവും അശരണരായിട്ടുള്ള ജനവിഭാഗത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ 3 ലക്ഷത്തിലധികം വരുന്ന തൊഴിലന്വേഷകരായിട്ടുള്ള യുവാക്കൾക്ക് PSC മുഖാന്തരം തൊഴിൽ നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ PSCകളിൽ UPSC ആയിരുന്നാലും മറ്റേതൊരു തൊഴിൽ ദാതാക്കളായിട്ടുള്ള ഏജൻസി ആയിരുന്നാലും ശരി, അതിൽ സർവകാല റെക്കോർഡ് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിന് തൊഴിൽ നൽകൽ കാര്യത്തിൽ അവകാശപ്പെടാൻ കഴിയുന്ന വിധത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കുവാൻ നമുക്ക് സാധിച്ചു. ഇത് മാത്രമല്ല, നമ്മുടെ നിരത്തുകൾ നമുക്കറിയാമല്ലോ. ദേശീയപാത വികസനം ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പുള്ള UDF സർക്കാർ അതിൻ്റെ ഓഫീസ് പൂട്ടിയിട്ട് പോയത്. എന്നാൽ അവരെ തിരികെ കൊണ്ടുവന്ന് ഭൂമി ഏറ്റെടുക്കൽ എന്ന സുപ്രധാനമായ കടമ്പ അത് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. ഇന്ന് പൂർത്തീകരണത്തിൻ്റെ ഒരല്പം കൂടെ പിന്നിട്ട് കഴിഞ്ഞാൽ കേരളം ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ പൂർത്തീകരണ ഘട്ടം പിന്നിടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വിഴിഞ്ഞം പ്രോജക്റ്റ്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മെഗാ പ്രോജക്റ്റുകൾക്കൊപ്പം തന്നെ കേരളത്തിലെ സാധാരണക്കാരൻ്റെ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാനും അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും വർഗീയ ലഹളകളില്ലാത്ത മത സാമുദായിക നമുക്കറിയാം BJP നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഈ വർത്തമാനകാലത്തും ഈ കേരളത്തിലെ ജനങ്ങളെ എത്രമാത്രം ഭിന്നിപ്പിക്കാൻ കഴിയുമോ അത്രമാത്രം ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം തടയിട്ടുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള അംഗീകാരമാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി ഗവൺമെന്റ്. മറ്റാരുണ്ട് LDF അല്ലാതെ?